ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ 5ാം ക്ലാസ്സിലെ 2 ബുക്കും സോഷ്യലും സയൻസും മുഴുവനായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിവിഷൻ പോലെയാണ്, നമ്മൾ അത് ഒരു വായിച്ച് വിടുന്ന പോലെയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളൊക്കെ മിക്കതും പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇമ്പോർട്ടൻ്റ് ആയതും അല്ലാത്തതും അതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റായി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ കുറേ ദിനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ നോക്കിയിട്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും അതെടുത്ത് പറയുന്നത്. ലോക ഭക്ഷ്യദിനം എന്നാണ്, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ദേശീയ കൈത്തറി ദിനം എന്നാണ്, ഓഗസ്റ്റ് 7. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്, ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത്. ഇനി ലോക ബാലാവകാശ സംരക്ഷണ ദിനം ചോദിക്കുകയാണ് പറഞ്ഞാൽ നവംബർ 20. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12, ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20. ഇനി ലോക ബഹിരാകാശ വാരം എപ്പോഴാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ലോക ബഹിരാകാശ വാരം വരുന്നത്. ഇനി അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ ഒന്നാണ്, എന്നാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്? ആരാണ് സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ഏതായിരുന്നു വർഷം? 1917 മെയ് 29. രണ്ട് ചാപ്റ്റേഴ്സിലായി വീണ്ടും എടുത്ത് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഈ മിശ്രഭോജനം, സഹോദരൻ അയ്യപ്പൻ എന്നിവയെ കുറിച്ചിട്ട്. അപ്പോൾ ഡേറ്റ് ഓർക്കുക, 1917 മെയ് 29. ഇനി എന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? 1905 ഓഗസ്റ്റ് 7 എന്താരംഭിച്ചത്? സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം എന്ന്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ അത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 2015 മുതലാണ്. എപ്പോഴാണ്? 2015 മുതലാണ്. അതുപോലെ ഒന്നാണ്, ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് തന്നെയാണ്, എന്നാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്? നമ്മുടെ കോഴിക്കോട് കാപ്പാട് തീരത്ത് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് 1498 മെയ് 20. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത. ഏതാണ്? 1953 ബോംബെ ടു താനെ വരെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാവുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. ഇനി എന്താണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന രീതിയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് എന്തിന്റെ കടമ എന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. അതിൽ എത്ര അംഗങ്ങളാണുള്ളത്? 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് എല്ലാവരെയും നിയമിക്കുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അങ്ങനെ നോക്കണമെന്ന് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് നമ്മുടെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ശ്രേണി ഘടനയും കൂടി നമുക്ക് ആ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും മേലത്തെ കോടതി ഏതാണ്? സുപ്രീം കോടതി. അതിനുശേഷം അതാത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതി, അതിന് താഴെ ജില്ലാ കോടതി, അതിന് താഴെയാണ് എന്ത് വരുന്നത്? കീഴ്ക്കോടതികൾ വരുന്നത്. ഇനി അതുപോലെ കുറെ ഇമ്പോർട്ടൻ്റ് ആയ വർഷങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. പോക്സോ ആക്ട് വന്നത് എപ്പോഴാണ്? 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഏത് നിയമം നടപ്പിലാക്കിയത്? പോക്സോ ആക്ട് നടപ്പിലാക്കിയത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞ ഈ പോക്സോ ആക്ട് അല്ലാതെ അവിടെ നമ്മൾ ഏതൊക്കെ വർഷം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ലോക ബാലാവകാശ ദിനം എന്ന് പറയുന്നത് നവംബർ 20. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്?
1098 1098 ഇനി ബാലനീതി നിയമത്തെ കുറിച്ചും നമ്മൾ വന്നിട്ടുണ്ട് അല്ലെ. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം എന്ന് പറയുക. അതായത് കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിപ്പിക്കുക, ലഹരി നൽകുക, അതിന്റെ വിൽപ്പനക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയ നിയമങ്ങൾ ശിക്ഷാർഹമാണ്. അതിനെതിരെ വന്ന നിയമമാണ് ബാലനീതി നിയമം 2015 എന്ന് പറയുന്നത്. എത്രയാണ്? 2015 ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം എത്തായിരുന്നു? 2009 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി വന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്ന് പറയുന്നത്. ഇനി ബാലവേല നിരോധന നിയമം എപ്പോഴാണ്? 1986 ബാലവേല നിരോധന നിയമം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് അതിൽ പറയുന്നത്. ഇനി വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർക്കശമായ ശിക്ഷയാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അതുപോലെ പറഞ്ഞ ഒന്നാണ് ഹരിത കേരളം മിഷൻ. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ്, റിവിഷൻ ആയതുകൊണ്ടാണ് വേറെ ഒന്നും പറയാത്തത്. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷന്റെ കർമ്മ പരിപാടികളിൽ പെടുന്ന ഒന്നാണ്. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി, എന്താണ് കാലാവസ്ഥ എന്ന് പ്രത്യേകം എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? അതായത് വെതർ എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവയെല്ലാം ഈ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നവയാണ്. ഇനി എന്താണ് കാലാവസ്ഥ എന്ന് പറയുന്നത്? ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് എന്ത് എന്ന് പറയുന്നത്? കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഭൂമിക്ക് ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയം വേണം? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയമാണ് ആവശ്യം. എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം. അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്തെന്ന് പറയാം? ഭ്രമണം എന്ന് പറയാം. ഇനി ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് നമ്മൾ എന്ത് പറയും? പരിക്രമണം, റെവല്യൂഷൻ എന്ന് പറയും അല്ലേ. അതിന് 365 ദിവസമാണ് ഭൂമി എടുക്കുന്നത്. എന്താണ് ബഹിരാകാശം എന്ന് പറയുന്നത്? ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങളും പര്യവേഷണവും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കുന്നുണ്ട്. ഇനി എന്താണ് നക്ഷത്ര മാസം എന്ന് പറയുന്നത്? നമ്മൾ സൂര്യനെ ചുറ്റാന്, അതുപോലെ ഭൂമിക്ക് കറങ്ങാൻ എത്ര സമയം വേണമെന്നൊക്കെ പറഞ്ഞൂലേ, അതുപോലെ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? നക്ഷത്ര മാസം എന്ന് പറയുന്നത്. ഇനി എന്താണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടമാണ് എന്ത് എന്ന് പറയുന്നത്? ഗാലക്സികൾ എന്ന് പറയുന്നത്. എന്താണ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ 8 ഗ്രഹങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. ഇനി പ്രഭാത നക്ഷത്രം, പ്രഭോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ശനിയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. ഇനി എന്താണ് വാൽ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഇനി എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അപ്പൊ ഈ ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ടാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങൾ എന്നാൽ എന്താണ്?
സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അവയും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രഹങ്ങളെക്കാൾ എന്താണത്? ചെറുതാണ്, ഗോളാകൃതിയുള്ളതുമായതാണ് എന്ന് പറയുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉൽക്കകൾ എന്നാൽ? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് എന്ന് പറയുന്നത് ഉൽക്കകൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ക്ഷുദ്രഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിൻ്റെ ഇടയിൽ കാണപ്പെടുന്നു പറഞ്ഞു അല്ലെ. അതുപോലെ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. അതുപോലെ കുറേ പദ്ധതികളെ കുറിച്ചിട്ടും നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. 18 വയസ്സിന് മുകളിൽ ഉള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. 100 ദിവസത്തിൽ കുറയാത്ത കായിക തൊഴിലാണ് ഈ പദ്ധതി ഉറപ്പാക്കുന്നത്. ഇനി എന്താണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്? അതൊരു ഭവന പദ്ധതിയാണ്. അതായത് എല്ലാ ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതമായതും മാന്യമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. അത് കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ്. തീരമൈത്രി അതാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് തീരമൈത്രി. കൈവല്യ പദ്ധതി അത് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ പദ്ധതി എന്ന് പറയുന്നത്. വിദ്യാവാഹിനി എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹിനി പറഞ്ഞാൽ വാഹനം എന്ന് ഓർത്തു വെക്കുക. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. ഇനി ജനനി ജന്മരക്ഷാ പദ്ധതി. ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഇനി പ്രതിഭ തീരം പദ്ധതി. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം എന്ന് പറയുന്നത്. ഗോത്ര വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകൾക്ക് അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഗോത്ര ബന്ധു പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയൊക്കെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പദ്ധതികളും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയുടെ നിർവഹണം ആരൊക്കെയാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജലാശയങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഒന്നാമത്തെ പദ്ധതിയാണ് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി. അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതികളാണ് മാലിന്യമുക്ത നവകേരളം, അതുപോലെ തെളിനീരൊഴുകും നവകേരളം എന്നതും. കേന്ദ്ര സർക്കാർ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത്. ഏതാണ്? ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഡേറ്റ് പറഞ്ഞപ്പോൾ പറയാൻ വന്നതാണ് ലോക മണ്ണ് സംരക്ഷണ ദിനം. ഏതാണ്? അത് ഡിസംബർ 5 ആണ്. ലോക മണ്ണ് സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. ലോക മണ്ണ് സംരക്ഷണ ദിനം എന്നാണ്. ഡിസംബർ 5 ആണ് ലോക മണ്ണ് സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയുന്നത്. ബോംബെ ടു താനെ വരെ 1853 കേരളത്തിലെ ആദ്യ റെയിൽവേ പാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 അത് നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 1861.
ഇനി അതുപോലെ ഇന്ത്യയിലെ പ്രധാന ഹൈവേകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുവർണ ചതുഷ്കോണം, അതുപോലെ വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയാണ് സുവർണ ചതുഷ്കോണം പോകുന്നത്. ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും. ഇനി തെക്ക് വടക്ക് ഇടനാഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും തെക്കുള്ളതിനെയും വടക്കുള്ളതിനെയും യോജിപ്പിക്കുക അല്ലെ. അതായത് മേലെയുള്ള ശ്രീനഗറിനെയും താഴെയുള്ള കന്യാകുമാരിനെയും അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെയും പോർബന്തറിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി വിമാനത്താവളമാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എവിടങ്ങളിലൊക്കെയാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ്. എവിടെയാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ചന്ദ്രയാൻ 1, 2, 3 എന്നിവ. ചന്ദ്രയാൻ 1 എപ്പോഴാണ്? നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. അതെപ്പോഴാണ്? 2008 ഒക്ടോബർ 22-നാണ്. 2008 ഒക്ടോബർ 22-നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 1 ചെയ്തത്. ഡേറ്റ് ഓർക്കുക, 2008 ഒക്ടോബർ 22. എവിടുന്ന്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഇനി ചന്ദ്രയാൻ 2 എപ്പോഴാണ്? അത് നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണത്. അത് 2019-ലാണ്. ആദ്യത്തെ 2008, രണ്ടാമത്തെ എപ്പോഴാണ്? 2019-ലാണ്. ജൂലൈ 22-ആണ്. നേരത്തെ ഒക്ടോബർ 22 പറഞ്ഞു. ഇത് ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അതെന്ത് ചെയ്തു? നേരത്തെ 100 കിലോമീറ്റർ അകലെ പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് അതിന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചെയ്തത് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയാണ് ചെയ്യുകയുണ്ടായത്. അതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇത് 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ഇനി നമ്മുടെ അതുപോലെ ഇപ്പൊ ചന്ദ്രയാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൗത്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. അപ്പൊ ചൊവ്വ പര്യവേഷണ ദൗത്യം ഏതാണ്? മംഗൾയാൻ ആണ്. ഇനി സൗര പര്യവേഷണം ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1. ഇനി ബഹിരാകാശ പര്യവേഷണ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ബഹിരാകാശ പര്യവേഷണ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? ഗഗൻയാൻ എന്ന് പറയുന്നത്. നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 1963 നവംബർ 21-നാണ് സ്ഥാപിതമായത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ കുറച്ച് കൃത്രിമോപഗ്രഹങ്ങളും അവയുടെ പ്രധാന ഉപയോഗവും തന്നിട്ടുണ്ടായിരുന്നു. ഇൻസാറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. ഇൻസാറ്റ് വാർത്താവിനിമയത്തിന്. എഡ്യൂസാറ്റ് അത് നമുക്കറിയാം അല്ലേ, അത് വിദ്യാഭ്യാസത്തിനാണ്. ഇനി IRNSS എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗതി നിർണയത്തിനുള്ളതാണ്. ഗതി നിർണയം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൃത്രിമോപകരണമാണ്. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. GSAT-7, എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിനാണ്. അപ്പൊ ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT-7, എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. രോഗമുണ്ടാക്കുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവയൊക്കെയാണ് രോഗമുണ്ടാക്കുന്ന ഫംഗസുകൾ എന്ന് പറയുന്നത്.
എന്താണ് പാൻഡമിക് അല്ലെങ്കിൽ മഹാമാരി എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയാം. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികൾ എന്ന് ചോദിച്ചാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത ക്ലാസ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് ഇന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.